താരതമ്യം സെക്രട്ടറിമാർക്കിടയിൽ. താരതമ്യത്തിന്റെ സാധുത വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ്. ആദർശ കണിശതയിൽ സാമ്യസ്വരമുള്ള APEK അന്തരങ്ങളുടെ ചർച്ച ഇവിടെ അപ്രസക്തമാകുന്നു. ശംസുലർമണ്ടായിരുന്നു തടിച്ചുകൊള്ളു. ഇന്ന് അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ EK ഉസ്താദിനെയും കണ്യത്ത് ഉസ്താദിനെയും വിട്ടിട്ട് കാലത്തിന് EK ഉസ്താദിന്റെ ആദർശങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണ് ഇന്ന് ചെറുശ്ശേരി സമസ്തയെന്ന് തെളിവ് നിരത്തി സമർത്ഥിക്കപ്പെടുമ്പോൾ ഇവിടെ പുതിയ ഫോർമുല നാം എടുക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. 1974 സമസ്ത മുഷാവറയിലെത്തിയ കാന്തപുരം അടുത്ത വർഷം 75 SYSന്റെ സെക്രട്ടറി പദമലങ്കരിച്ചു. പിന്നീട് ഓഫീസ് സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും കാന്തപുരം ഉസ്താദിന്റെ പദവി ഉയർന്നു. 89 സമസ്ത പുനഃസംഘടിപ്പിച്ചത് മുതൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇന്നും തിളങ്ങി നിൽക്കുന്നു. അണികളിൽ ആവേശത്തിന്റെ അലതല്ലലുയർത്തുന്നതാണ് AP എന്ന ദ്വയാക്ഷരങ്ങളെന്ന് 60ാം വാർഷിക സുവനീർ എഴുതി. ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ. AP. ആ ദ്വയാക്ഷരങ്ങൾക്ക് വേണ്ടി സദസ്സ് കാതോർത്തു. സമ്മേളന വിജയത്തിന് പിന്നിലെ ശില്പിയും സംഘടനയുടെ കരുത്തനായ പടനായകനുമായ മൗലാന കാന്തപുരം. ആ പേര് മൈക്കിലൂടെ കേൾക്കുമ്പോഴെല്ലാം അന്തരീക്ഷം ഭേദിക്കുമാർ തക്ബീർ ഉയർന്നു. സമാപന സമ്മേളനം തുടങ്ങും മുമ്പ് അറബിയിലും മലയാളത്തിലും ആലപിച്ച സ്വാഗതഗാനങ്ങളിൽ APയെ പരാമർശിച്ചപ്പോൾ പോലും സമുദ്രസമാനമായ സദസ്സ് ആവേശം കൊണ്ടു. കാന്തപുരമെന്ന ആവേശവും തക്ബീറിന്റെ ആരവവും പണ്ടേയുണ്ടായിരുന്നുവെന്ന് പറയുന്നത് മുത്തേടം കാസിമി. എനിക്കോർമ്മണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ എന്നോട് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. 1978 മുഷാവറ മെമ്പറായ ചെറുശ്ശേരി പിളർപ്പിന് ശേഷം സമസ്തയുടെ ട്രഷററായി. പിന്നെ സെക്രട്ടറി സ്ഥാനത്ത് അവരോധിതനായത് 1996 പിളർപ്പിന് മുമ്പ് തന്നെ കർമ്മകുശലതയുടെ പ്രശംസയേറ്റുവാങ്ങിയ കാന്തപുരം മർക്കസടക്കമുള്ള വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അജയ്യമായ മുന്നേറ്റം തുടരുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബുഖാരി സബക്ക് നടത്തുന്ന ഒരു പണ്ഡിതൻ കേരളത്തിനുമപ്പുറം ഗുജറാത്തിലും ഡൽഹിയിലും കശ്മീരിലും വരെ പ്രവർത്തന മണ്ഡലങ്ങൾ തീർത്തുകഴിഞ്ഞു. ഇതിനകം 2000-ലധികം പള്ളികൾ സമുദായത്തിന് സമർപ്പിക്കാനും കാന്തപുരത്തിനായി. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ കാന്തപുരം നിരവധി അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനങ്ങളിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നു. അഹ്ലുസുന്നയുടെ യശസ് വാനോളമുയർത്തി മഖ്ദൂമിന് ശേഷം ഒരു കേരള പണ്ഡിതൻ ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് സമസ്തക്ക് അഭിമാനമാണ്. والأخذ بالتجويد حتم لازم من لم يدبر القرآن آثم فإذا الالتزام بالتجويد حتم واجب. ആഗോള പണ്ഡിതനെന്ന് വാഴ്ത്തപ്പെട്ട ഷംസുൽ ഉലമയുടെ പിൻഗാമി കൊണ്ടോട്ടിച്ചന്തയിൽ ഒതുങ്ങിപ്പോയത്, വിനയത്തിന്റെ ലേബലൊട്ടിച്ച് മിനുക്കേണ്ടി വന്നത് ഈ ചർച്ചയിൽ പറയാതെ വയ്യ. അദ്ദേഹം എളിമയുടെ പ്രതീകമാണ്. കൊണ്ടോട്ടിയുടെ മീൻ മാർക്കറ്റിൽ നിന്ന് മീനും വാങ്ങി റോഡിന്റെ ചാരത്തുകൂടെ വീട്ടിലെത്തി കാളിയാര പള്ളിയിൽ ഒരു സാധാ മൗമുമായി നിന്ന് നമസ്കരിക്കുന്നത് പലപ്പോഴും. പ്രഭാഷണ വേദികളിൽ കാന്തപുരത്തിന്റെ നോക്കും വാക്കും ആകർഷണീയവും ആവേശദായകവുമാണ്. ആദർശ മതരംഗങ്ങൾക്കപ്പുറത്ത് ആനുകാലിക വിഷയങ്ങളിലും ഇടപെടേണ്ടടുത്ത് സധൈര്യം നടത്തുന്ന വാക്വൈഭവം നേതൃഗുണത്തിന്റെ അനുപമ അടയാളമാണ്. ഇപ്പോൾ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും
മുമ്പ് ഭരിച്ചവരോടും ഇനി ഭരിക്കാൻ ആരുണ്ടെങ്കിൽ അവരോടും എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ താക്കീത് ചെയ്യുന്നു. മുസ്ലിംകൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ ആരായാലും തന്നേ പറ്റൂ, അത് തരിക തന്നെ ചെയ്യണം. സമസ്തയുടെ നായകൻ മുമ്പിലൊത്തുകൂടിയ ജനാവലിക്ക് മുമ്പിൽ പ്രസംഗിക്കുന്നത് ഇവിടെ താരതമ്യത്തിന്റെ അളവുകോലുകൾക്കും താഴെയാണ്. ഒരു സമസ്ത സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ ചില ഭാഗം നിങ്ങൾ കേൾക്കുക. ഒരു സമവായ അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പാത്താനിരിക്കണ മാതിരിയിലല്ല ഒരു ഇന്ത്യന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പാത്താൻ കുതിർക്കുമ്പം വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ ഒലിക്ക് പാത്താൻ കഴിയുള്ളൂ. കാരണം വലിയ വ്യക്തികളാണ്, വലിയ എതിരുണ്ടാവും. അപ്പൊ നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു. കാലം കാതോർക്കുന്ന കാന്തപുരത്തിന്റെ വാക്കുകൾ സമൂഹത്തിലെത്തിക്കാൻ കാത്തുനിൽക്കുന്ന മീഡിയ സമൂഹം മതവിഷയങ്ങളിൽ സുന്നി സമൂഹത്തിന്റെ നിലപാട് ആരായുന്നത് ഏത് സെക്രട്ടറിയോടാണ്? അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പരപുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിലൊന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തിയത്. സമസ്തയെന്ന ശക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചറിയാൻ ചാനലുകൾ പോകുന്നത് ഏത് സെക്രട്ടറിയുടെ ചാരത്താണ്? കാന്തപുരം 2014 ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. ഭരണം കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു തീരുമാനമില്ല. ഇതുവരെ ഉണ്ടായ നയം അതാണ്. ചിലപ്പോഴേ പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് നല്ല ശബ്ദിക്കേണ്ട ആള് വേണം, അത് വേണ്ടാന്നും അർത്ഥമല്ലല്ലോ. ആരും പ്രതിപക്ഷത്ത് ബുദ്ധിയുള്ള ആളില്ലെങ്കിൽ ഭരണപക്ഷം തോന്നിയതൊക്കെ ചെയ്തു കളയും. 2014ലേക്കും കാന്തപുരം ഒരു വാതിൽ തുറക്കാം. ശരി, കാന്തപുരത്തിന് മുൻകൈ എടുത്ത് അങ്ങോട്ട് പോകാമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ലാത്തതുകൊണ്ട്. രാഷ്ട്രീയ കക്ഷി അല്ലാത്തതുകൊണ്ട് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ അവർ മുൻകൈ എടുത്ത് വരണം. സ്ത്രീരംഗപ്രവേശവും ബഹുഭാരിത്വവുമടക്കമുള്ള വിഷയങ്ങളിൽ കാർക്കശ്യത്തിന്റെ പേരിൽ സമസ്തയെ യാഥാസ്ഥിക സംഘടനയെന്ന് പറയുന്ന യുക്തിപ്രസ്ഥാനങ്ങൾ യാഥാസ്ഥികതയുടെ നായകനായി അവരോധിക്കുന്നത് ആരെയാണ്? താരതമ്യത്തിന്റെ മറുപടി പറയേണ്ടത് പ്രേക്ഷകരാണ്. ഇതിലാരാവണം സമസ്തയുടെ ജനറൽ സെക്രട്ടറി? സമസ്തയുടെ പൈതൃകം പറയാൻ അവകാശമുള്ള പണ്ഡിത നിരയാൽ സമൃദ്ധമാണ് കാന്തപുരം സമസ്ത. വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായ സഅദിയ സാരഥി, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സമസ്തയുടെ ചരിതങ്ങളിൽ അനുഭവത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ചിത്താരി ഹംസ ഉസ്താദ്, ഈ സുലൈമാൻ ഉസ്താദിനെ പോലുള്ള സാത്വികരായ മുദരിസുകളും ഖലീൽ തങ്ങളെപ്പോലുള്ള സാദാത്തി പ്രമുഖരും കാന്തപുരം സമസ്തയുടെ നേതൃത്വ പദവി അലങ്കരിക്കുന്നു. അമരത്ത് നിൽക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന കീഴ്ഘടകങ്ങൾ കാന്തപുരം സമസ്തയുടെ സ്വന്തമാണ്. ചെറുശ്ശേരി സമസ്തയുടേതാവട്ടെ കുട്ടി നേതാക്കൾ ആദ്യം പറയുന്നു, ഗതിയില്ലാതെ നേതൃത്വം അത് ഏറ്റെടുക്കുന്നു. ഈ താരതമ്യം കാണുക. ഞങ്ങൾ കുട്ടികളൊക്കെ പറയുന്നത് പോലെ പറയാനുള്ള ആളല്ല കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദ് പറയുന്നത് പോലെ പറയാനുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളുടെ സംഘടന. ചെറുശ്ശേരി സമസ്തയിലും സാത്വികരായ ഉലമാക്കളുണ്ട്. വിഭജനത്തിന്റെ കലുഷിതാന്തരീക്ഷത്തിൽ ഷംസുൽ ഉലമയുടെ കൂടെ നിന്ന ഇവർക്ക് ഇന്നത്തെ കുട്ടി നേതാക്കളുടെ പരാക്രമങ്ങളിൽ അസ്വാസ്ഥ്യവുമുണ്ട്. ഇനി ഇരുവിഭാഗങ്ങളിലെയും യുവജന സംഘം നേതാക്കൾക്കിടയിലെ അന്തരം താരതമ്യത്തിന് വിധേയമാക്കാം. കാന്തപുരം സമസ്തയിലെ SYS നേതാക്കൾ ആദർശ പ്രബോധന ഗോധയിൽ കരുത്തുറ്റ പ്രതിഭകളെ ശിഷ്യഗണങ്ങളായി വളർത്തിയെടുത്ത പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കേരളത്തിലെ വാള് സദസ്സുകളെ
കോൾമയിർ കൊള്ളിച്ച ആദർശ ഖണ്ഡന മുഖാമുഖ വേദികളിലെ സുന്നി വിരോധികളുടെ പേടി സ്വപ്നമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇവരുടെ കാർമ്മികത്വത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സാവേശം മുന്നോട്ട് ഗമിക്കുന്നു. ചെറുശ്ശേരി സമസ്തയിലെ SYS നേതാക്കൾ AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് നാടുനീളെ പ്രസംഗിക്കുന്ന അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ സുഹൃതം പ്രകടമായത് പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ വിനോദത്തിനെത്തിയപ്പോഴാണ്. സൂക്ഷ്മതയുള്ള പണ്ഡിത വരേണ്യർ കൈകാര്യം ചെയ്ത SYS നേതൃത്വത്തിലുള്ള ഒരാൾ പാർക്കിലുല്ലസിക്കുന്ന കാഴ്ച സമുദായത്തിന് നൽകുന്ന സന്ദേശമെന്താണ്? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ കളിക്കളത്തിലെ അനൗൺസിലൂടെ രാഷ്ട്രീയ പ്രസംഗവേദിയിലേക്കും പിന്നീട് സമസ്ത പ്രഭാഷകനുമായ യുവജന സംഘം നേതാവിന്റെ ഗാനമേളാവേദിയിലെ പ്രഭാഷണം എങ്ങനെ ന്യായീകരിക്കാനാകും? ഈ നേതാവ് SYSന്റേതല്ലെന്നോ, ഈ SYS സമസ്തയുടേതല്ലെന്നോ, ഈ സമസ്ത സമുദായത്തിന്റേതല്ലെന്നോ? മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗ് വേദികളിലെ ഉജ്ജ്വലപ്രഭാഷകനും പ്രമുഖ പണ്ഡിതനുമായിട്ടുള്ള അബ്ദുസ്സമദ് പൂക്കോട്ട് സാഹിബാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കും. അതിനുശേഷം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അവതരിപ്പിക്കുന്ന വാഴക്കാട് ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെ ഒരു ഇഷൻ നിലാവ്, പഴയകാല മുസ്ലിം ലീഗ് ഗാനങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഇഷൻ നിലാവ് ഇതിന് ശേഷം നടക്കും. പറയുന്നില്ല, സമയം വൈകിയതുകൊണ്ട് കുറച്ചേ പറഞ്ഞു. ഞാൻ ദീർഘിപ്പിച്ച് പറയാം. നേരത്തെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. കാലാവസ്ഥയുടെ പ്രതിബദ്ധതയും നിങ്ങൾ ഈ ഇഷ്ടം നയിച്ചു കഴിയും. അവിടെ ഞാൻ അവസാനിപ്പിക്കാം. ആദർശം മുൻഗാമികൾ പകർന്നു തന്ന ഇസ്ലാമിന്റെ മഹിത പൈതൃകത്തിന് തുരങ്കം വെച്ച് വികലജൽപ്പനങ്ങളുമായി കടന്നുവന്നവരെ പ്രതിരോധിക്കാനാണ് സമസ്ത രൂപീകൃതമായത്. ഫറോക്ക് സമ്മേളന പ്രമേയത്തിലൂടെ ഭിന്നിപ്പുമായെത്തിയ വിധയികളെ വ്യവഹാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സമസ്തയുടെ ആജ്ഞ സമുദായം ഏറ്റെടുത്തു. ഷാലിയാത്തിയും പതിയുസ്താദും EK ഹസൻ മുസ്ലിയാർ വരെയുള്ള സമസ്ത പണ്ഡിതർ നവ ആശയങ്ങളെ സമൂഹമധ്യേ ചോദ്യം ചെയ്തു. ആദർശ പോരാളികളുടെ ചോദ്യവീര്യത്തിന് മുമ്പിൽ പുത്തനാശയക്കാർ പത്തി താഴ്ത്തി. സമസ്ത ഒന്നായ കാലത്ത് നടന്ന കൊട്ടപ്പുറം സംവാദത്തിൽ സുന്നി സംഘം വിജയം വരിച്ചെന്നും നേതൃനിരയിലെ കാന്തപുരം ഉസ്താദ് തിളങ്ങിയെന്നും എതിർചേരിയിലുണ്ടായ മുജാഹിദ് മൗലവി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. EK ഹസൻ മുസ്ലിയാർ സാഹിബുകൾ എഴുതിയതാണ്. ഞങ്ങൾ മാത്രമല്ല, സഹാബികളുടെ എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. മർഹൂം EK ഹസൻ